ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിലുറപ്പ് പദ്ധതി ഈ മാസത്തോടുകൂടി അവസാനിക്കുകയാണ്. പുതിയ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ വിബിജി രാംജി ആക്ട് കരട് മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ എടുത്തുണ്ടായ ഏതൊക്കെ പ്രവൃത്തികളാണ് ഏറ്റെടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തികൾ പറഞ്ഞു തരുന്നത് പ്രധാന പ്രവൃത്തികൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ കേട്ടോ. അതിൽ ഓൾറെഡി എന്താ പറയുക കുറേ പ്രവൃത്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത് 2040 വികസിത ഭാരതം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് 100-ാം വർഷം തികക്കുമ്പോൾ രാജ്യത്തെ പൂർണ്ണ വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. പിന്നെ മറ്റ് തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ മാറുമ്പോൾ വികസിത ഭാരതം എന്നുള്ളതാക്കി മാറ്റുന്നുണ്ട്. പിന്നെ 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി ഗ്രാമീണ മേഖലയിൽ ഓരോ കുടുംബത്തിനും 125 തൊഴിൽ ദിവസം ആണ് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ടാകുന്നുള്ള കാര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും എനിക്ക് സംശയമുള്ളത്. പിന്നെ സംയോജിത വികസനം വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വിഭവങ്ങൾ പാഴാക്കാതെ പൂർണ്ണമായ ഗ്രാമീണ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെ അവർ കാണുന്ന 4 പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ സൗകര്യങ്ങൾ, ജീവനോപാധി വികസനവും ദുരന്ത നിവാരണവും കാലാവസ്ഥ പ്രതിരോധവും. അപ്പോൾ ഈ 4 പ്രധാന വികസന മേഖലകളാക്കി തിരിച്ചുകൊണ്ടാണ് പ്രവൃത്തികളൊക്കെ ക്രോഡീകരിക്കുന്നത്. അപ്പം പിന്നെ ഫസ്റ്റ് പദ്ധതി ആസൂത്രണത്തിൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പകരം ശാസ്ത്രീയവും സാങ്കേതികവുമായ രീതിയിലാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഒന്നാമത് ആസ്തി വിവരശേഖരണം, യുദ്ധധാര പോർട്ടൽ, വാട്ടർ ബഡ്ജറ്റിംഗ്, ഗ്രാമസഭയുടെ അംഗീകാരം, തൊഴിൽ സാമഗ്രി അനുപാതം 60-40 തൊഴിൽ സാമഗ്രി അനുപാതം പറയുന്നത്. ഇപ്പം നിലവിൽ പുതിയ പദ്ധതിയിൽ 50-50 ആയിരുന്നു. ഞാനൊക്കെ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ പറയുന്ന 60-40 തന്നെയാണ്. പിന്നെ ഇത് മുൻഗണന ലഭിക്കുന്ന വിഭാഗങ്ങൾ പറയുന്നുണ്ട്. പട്ടികജാതി, നാടോടി ഗോത്രങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, വനിതകൾ നയിക്കുന്ന കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാരുള്ള കുടുംബങ്ങൾ, ലൈഫ്, PMAY, ഭവന പദ്ധതി ഗുണഭോക്താക്കൾ, ചെറുകിട നാമമാത്ര കർഷകർ. ഇവരാണ് മുൻഗണന ലിസ്റ്റ് പെടുന്നത്. അപ്പം ഇതൊക്കെ നേരത്തെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലവിൽ ഇത് മുൻഗണന തന്നെ ആയിരുന്നു ഉള്ളത്. പിന്നെ ഇതിൽ യുക്തധാര പോർട്ടൽ ലഭ്യമാക്കുന്ന വിവിധ മാപ്പ് ലെയറുകളെക്കുറിച്ചും റോഡുകൾ, നദികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, മണ്ണ് ജല സംരക്ഷണം ഉറപ്പാക്കാൻ പഞ്ചായത്തുകളിൽ ചെയ്യാവുന്ന 100-ലധികം അനുവദനീയമായ പ്രവൃത്തികളുടെ വിശദമായ പട്ടികയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അക്കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് 318 അതായത് നിലവിലിപ്പോൾ തന്ന ഇതിൽ 318 തരം അനുവദനീയ പ്രവൃത്തികളാണുള്ളത്. അതിൽ ഇവയിൽ 221 പുതിയ നിർമ്മാണങ്ങളും 97 നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണികളാണ് നിലവിൽ 318 തരം പ്രവൃത്തികളിൽ. ഈ 318 പ്രവൃത്തികളെ മുൻപ് സൂചിപ്പിച്ച 4 പ്രധാന വികസന മേഖലകളെ തരംതിരിച്ച് വിശദമായി നൽകുന്നു. ഒന്ന്, ജലസുരക്ഷാ പ്രവൃത്തികൾ. ജലസുരക്ഷാ പ്രവൃത്തികളുടെ വിഭാഗത്തിൽ 107 പ്രവൃത്തികളാണുള്ളത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട തടയണകൾ, പിന്നെ ഗള്ളി പ്ലഗുകൾ, കനാലുകൾ, നീർമറി വികസനം, കുളങ്ങളുടെ കിണറുകളും, പരമ്പരാഗത ജലാശയങ്ങൾ, മഴവെള്ള സംഭരണം. ഈ കാര്യങ്ങളാണ് നമ്മളെ ജലസുരക്ഷാ പ്രവൃത്തികളായിട്ട് പറയുന്നത്. പ്രധാന പ്രവൃത്തികൾ മാത്രമേ പറയുന്നുള്ളൂ. ജലസുരക്ഷയിൽ 107 പ്രവൃത്തികളാണുള്ളത്. അതിൽ നിലവിൽ പ്രധാന പ്രവൃത്തികളാണ് ഇതിൻ്റെ സബായിട്ട് വരുന്ന പ്രവൃത്തികളാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ രണ്ടാമത് പറയുന്നത് അടിസ്ഥാന ഗ്രാമീണ സൗകര്യങ്ങളാണ്. അപ്പോൾ അതിൽ റോഡ് ശൃംഖലകൾ, റോഡ് ടാർ ഉപയോഗിച്ച് ചെയ്യാം, കോൺക്രീറ്റ് ഉപയോഗിച്ച് ചെയ്യാം, ഇൻ്റർലോക്കിംഗ്, പവർ ബ്ലോക്ക് റോഡുകൾ, ഗരഞ്ച റോഡുകൾ, ഗ്രാവൽ റോഡുകൾ എന്നിവയുടെ നിർമ്മാണം. ഈ കാര്യങ്ങളൊക്കെയാണ് റോഡ് ഇതിൽ പറയുന്നത്. നിലവിൽ റോഡ് ടാറിങ് ഉപയോഗിച്ച് ചെയ്യാമെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കണക്ടിവിറ്റി സൗകര്യങ്ങൾ, കൾവർട്ടുകൾ, ക്രോസ് ഡ്രെയിനേജ്
ഫുഡ് ഓവർ പാത്തും എന്നിവ നിർമ്മിക്കാം. പിന്നെ പൊതു കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് പുതിയ ഗ്രാമപഞ്ചായത്ത് ഭവനുകൾ, അങ്കണവാടി കെട്ടിടങ്ങൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ, ഗ്രാമീണ വായനശാലകൾ, വെറ്റിനറി ആശുപത്രികൾ, ഹെൽത്ത് സെൻ്ററുകൾ, പൊതു കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറയുന്നത് കേട്ടോ. ഈ സ്കൂൾ വികസനം എന്ന് പറയുന്നത് സ്കൂളുകളിലെ അധിക ക്ലാസ് മുറികൾ, കളിസ്ഥലങ്ങൾ, കിച്ചൺ ഷെഡുകൾ, ലാബോറട്ടറികൾ, സ്കൂൾ കോമ്പൗണ്ട് വാളുകൾ, ടോയ്ലറ്റുകൾ. ഈ നിലവിൽ പഴയ ഇതിൽ ആകെ കിച്ചൺ ഷെഡ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പുതിയ ക്ലാസ് റൂമുകൾ ഒന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ കോമ്പൗണ്ട് വാളുകളും ഇതിൽ പഴയ പദ്ധതിൻ്റെ കാട്ടിലും കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ മാലിന്യ സംസ്കരണം, കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സുകൾ, വ്യക്തിഗത ടോയ്ലറ്റുകൾ, IHL, പിന്നെ പിറ്റുകൾ പറയുന്നുണ്ട്, വേസ്റ്റ് സൈഗ്രിഗേഷൻ ഷെഡുകൾ, ലിക്വിഡ് വേസ്റ്റ് ചേമ്പറുകൾ, വെർട്ടിക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മറ്റ് പൊതുസൗകര്യങ്ങൾ എന്ന് പറയുന്നത് പൊതു ശ്മശാനങ്ങൾ, ഗ്രാമീണ പാർക്കുകൾ, സിറ്റിംഗ് ചൗപാലുകൾ, ഇരിക്കാനുള്ള തറകളാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള തൊട്ടികൾ, സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നിവയൊക്കെ മറ്റ് പൊതു സൗകര്യങ്ങളായിട്ട് നിർമ്മിക്കുന്നതാണ്. പിന്നെ ഭവന നിർമ്മാണം എന്ന് പറയുന്നത് PMAY വഴിയുള്ള വ്യക്തിഗത വീടുകളുടെ നിർമ്മാണം പറയുന്നുണ്ട്. PMAY മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇതിൽ സർക്കാരിൻ്റെ ഇത് വന്നിട്ടില്ല. അപ്പോൾ ലൈഫ് ഗുണഭോക്താക്കളൊക്കെ, നിലവിലുള്ള ലൈഫ് ഗുണഭോക്താക്കളോ ഇതിന്ന് തള്ളിപ്പോകാനാണ് സാധ്യത. പിന്നെ ഇതിൽ മുന്നേ വേറൊന്ന് പറയുന്നത് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികളുടെ സംഭരണ സംവിധാനങ്ങളുടെയും വിതരണ ശൃംഖലകളുടെയും അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ജൽജീവൻ മിഷൻ്റെ പൈപ്പ് ലൈനുകളൊക്കെ പൊട്ടിയാലൊക്കെ തൊഴിലുറപ്പിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ ജീവനോപാധി അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നൈപുണ്യ വികസനം, അപ്പം നിലവിലുള്ള കാര്യങ്ങളാണ്. വിപണന സൗകര്യങ്ങൾ, ഇത് നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാർഷിക സംഭരണശാലകൾ നിലവിലുള്ളതാണ്. വളനിർമ്മാണം, കമ്പോസ്റ്റ് പിറ്റുകളൊക്കെ നിലവിൽ ചെയ്യുന്നതാണ്. നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി ചെയ്യുന്നതാണ്. മറ്റ് പ്രവൃത്തി ഇതിനു പുറമെ ഡയറി ഫാമുകൾക്കുള്ള ഷെഡുകൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ, കന്നുകാലികൾക്കുള്ള തൊഴുത്തുകൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾക്കുള്ള FPO കെട്ടിടങ്ങൾ എന്നിവ ഈ വിഭാഗത്തിൽ വരുന്നു. പിന്നെ അടുത്ത 4ാമത്തെ ഘട്ടം ദുരന്ത നിവാരണവും കാലാവസ്ഥ പ്രതിരോധവും എന്ന് പറയുന്നതാണ്. അതിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുള്ള 37 പ്രവൃത്തികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ, അതായത് വെള്ളപ്പൊക്ക പ്രതിരോധ ശേഷിയുള്ള പൊതുകെട്ടിടങ്ങൾ. പ്രകൃതി ദുരന്ത പ്രതിരോധം, വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായുള്ള പോട്ടുകൾ, ചാനലുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വനവൽക്കരണം, നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ മണ്ണൊലിപ്പ് തടയാനുള്ള സോഷ്യൽ ഫോറസ്ട്രി പ്രവൃത്തികൾ, കടൽത്തീരത്തുള്ള കാറ്റാടി, കണ്ടൽക്കാട് എന്നിവയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നിലവിൽ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും കരട് മാർഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളോട് പുതിയ ഒരു ഇതിനെപ്പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ ഇതൊരു കുറേ ഡ്യൂറേഷൻ കൂടിപ്പോകും. അതുകൊണ്ട് ഇതിൽ ഒരു വീഡിയോ 2 വീഡിയോ ആയിട്ട് ചെയ്യാം പുതിയ പദ്ധതിയെക്കുറിച്ച്. അപ്പോൾ ഇന്നും നാളെയായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഈ വീഡിയോനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പല പ്രവൃത്തികളും ഇതിൽ കാണുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള പല പ്രവൃത്തികളും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മന്ത്രിമാർക്കൊക്കെ നിവേദനം നിലവിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ കേന്ദ്രത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. കേന്ദ്രത്തിലെ ഇതിൻ്റെ കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇതിനോടകം നടന്നിട്ടുണ്ട്. അപ്പം അതിലെന്തെങ്കിലും മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറ്റം വന്നാലൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം വീഡിയോ താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.